ട്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് 3 മേജർ മാർക്കറ്റുകളാണുള്ളത്. ഒന്ന് സ്റ്റോക്ക് മാർക്കറ്റ്, ഒന്ന് ഫോറക്സ് മാർക്കറ്റ്, ഒന്ന് ക്രിപ്റ്റോ മാർക്കറ്റ്. ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല, എൻ്റെ ട്രേഡിംഗ് ജേണിയാണ് ഞാൻ ഈ ഒരു പേജിൽ ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിസ് ഈസ് ഡേ 2 ഓഫ് ഡോക്യുമെൻറ്റിംഗ് മൈ ഫോറക്സ് ട്രേഡിംഗ് ജേണി. ഇതിൽ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫോറക്സ് മാർക്കറ്റാണ്. കാരണം പെർ ഡേ $7.5 ട്രില്യൺ ട്രേഡിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. മാർക്കറ്റ് ആണെങ്കിൽ 24/5 ഓപ്പൺ ആണ്. രണ്ടാമത്തെ നോക്കിക്കഴിഞ്ഞാൽ അത് ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റാണ്. അവിടുത്തെ ട്രേഡിംഗ് വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർ ഡേ $200 to $300 ബില്യൺ ആണ്. മാർക്കറ്റ് ഓപ്പൺ ടൈം നോക്കുകയാണെങ്കിൽ 9 to 4 ആണ്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ 9:15 സ്റ്റാർട്ട് ചെയ്യും, 3:30 PM ആകുമ്പോൾ ക്ലോസ് ആവും. ഇനിയുള്ളത് ക്രിപ്റ്റോ മാർക്കറ്റാണ്. അവിടെ പെർ ഡേ $50 to $150 ബില്യൺ ട്രേഡിംഗ് ആണ് നടക്കുന്നത്. മാർക്കറ്റ് ആണെങ്കിൽ 24/7 ഓപ്പൺ ആണ്. ഇതിൽ ഫോറക്സ് മാർക്കറ്റിൽ കറൻസി പെയർസ് ആണ് ട്രേഡ് ചെയ്യുന്നത്. ഫോറക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച്. ക്രിപ്റ്റോ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ക്രിപ്റ്റോ കറൻസീസ് ആണ്. ക്രിപ്റ്റോ കറൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുതരം ഡിജിറ്റൽ മണിയാണ്, പക്ഷേ ബാങ്കുകളോ ഗവൺമെൻറ്റോ അല്ലാതെ കൺട്രോൾ ചെയ്യുന്നത്. ഇത് ഡീസെൻട്രലൈസ്ഡ് ആയിരിക്കും. ഇനിയുള്ളത് സ്റ്റോക്ക് മാർക്കറ്റ്. അവിടെ ആണെങ്കിൽ കമ്പനീസിൻ്റെ ഷെയർസ് ആണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫോറക്സ് ട്രേഡിങ്ങിനെ പറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഫോറക്സ് ട്രേഡിങ്ങിനെ പറ്റിയും ഫോറക്സ് മാർക്കറ്റിനെ പറ്റി പഠിക്കാം. അപ്പോൾ ഓക്കെ ബൈ.